റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തി ഇനി മുതൽ നിങ്ങളെ എങ്ങനെയൊക്കെ സ്നേഹിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഇനി മുതൽ അങ്ങോട്ട് ഇതുവരെ നിങ്ങൾക്ക് അധികം പ്രാധാന്യമൊന്നും നൽകിയിട്ടില്ല എങ്കിൽ അവർ സ്വയം വിശകലനം ചെയ്തുകൊണ്ട്, അതായത് അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം നിങ്ങളെ സ്നേഹിക്കാനും എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ചെറിയ ചെറിയ കള്ളങ്ങളോ എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ ഇതിനു മുന്നേ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് കള്ളം പറയുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ കള്ളങ്ങളൊന്നും പറയാതെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ്, അതുപോലെ ഒരു കാര്യവും മറച്ചു വയ്ക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഇടപഴകണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങളെ എല്ലാ വിധത്തിലും സന്തോഷിപ്പിക്കുകയും ആഘോഷങ്ങളിലെല്ലാം നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കണമെന്നും, അതുപോലെ നിങ്ങളെ വിവാഹം കഴിക്കണമെന്നും എല്ലാം അവർ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവർ വളരെ കൂടുതൽ ആലോചിച്ച് എടുത്ത തീരുമാനങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനും നിങ്ങളോട് ഇടപഴകാനുമുള്ള സമയം എപ്പോഴാണ് എന്നുള്ളതും അതിനുള്ളൊരു അവസരം എപ്പോൾ കിട്ടുമെന്നുള്ള ആലോചനയിലാണ് അവരിപ്പോൾ. അതുപോലെ തന്നെ മുൻ സമയങ്ങളിലെ സ്വാതന്ത്ര്യമായിട്ട് ഒന്നും നിങ്ങൾ പരസ്പരം ഒന്നും മിണ്ടുകയോ അല്ലെങ്കിൽ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും വളരെ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നിങ്ങളോട് പറയുകയും, അതുപോലെ എന്ത് കാര്യങ്ങളും ചോദിക്കുകയും അന്വേഷിക്കുകയും നിങ്ങളുടെ താല്പര്യത്തിനും അനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ മൂല്യം നൽകിക്കൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ ചേർത്ത് പിടിക്കണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുപോലെ മുൻ സമയങ്ങളിൽ നിങ്ങളുടെ വാക്കുകൾക്കൊന്നും ഒരു പ്രാധാന്യം ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫ്രണ്ട്സിൻ്റെ വാക്കിനോ അല്ലെങ്കിൽ വീട്ടുകാരുടെ വാക്കിനോ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്നും ഫ്രണ്ട്സിൻ്റെ വാക്കിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ വാക്കിന് നൽകിക്കൊണ്ട് നിങ്ങൾക്കായിരിക്കണം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്നും, കാരണം എല്ലാ സമയത്തും നിങ്ങളെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്നും അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അവർ ചെയ്തിട്ടുള്ള എല്ലാ ചെറിയ ചെറിയ തെറ്റുകളും തിരുത്തപ്പെടണമെന്നും, ആ തെറ്റുകളിൽ തിരുത്തപ്പെട്ട് അതിലൂടെ കൂടുതൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കിയെടുക്കണമെന്നും അവരിപ്പോൾ ആഗ്രഹിക്കുന്നു. അത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണമെന്നും, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ബോധം അവർക്കിപ്പോൾ വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും അവരുടെ വാക്കുകളായിരിക്കും നിങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടവും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ഈ സമയത്ത് ഫ്രണ്ട്സിനെക്കാട്ടിലും റിലേറ്റീവ്സിനെക്കാട്ടിലും ഒക്കെ അവർക്ക് നിങ്ങളുടെ വാക്കുകളും നിങ്ങൾ പറയുന്ന വാക്കുകളാണ് അവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതെന്നും, അവരുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതും, അവരുടെ സിറ്റുവേഷനും അവരുടെ മനസ്സും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്കാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിരിക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ നിങ്ങളോട് കൂടുതൽ സ്നേഹത്തോടു കൂടി പെരുമാറണമെന്ന് അവർ തീരുമാനിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അധികം ആലോചിച്ച് പുതിയ തുടക്കങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള പുതിയ തുടക്കങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമായിരിക്കണമെന്നും, വളരെ ക്ഷമയോടുകൂടി, മുൻ സമയങ്ങളിൽ ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ വളരെ ക്ഷമയോടെ കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് മറുപടി പറയുകയൊക്കെ ചെയ്യണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ആരെയും ഇടപെടുത്താതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാത്രം സോൾവ് ചെയ്യത്തക്ക രീതിയിലുള്ള ബന്ധമായിരിക്കണമെന്നും, കൂടുതൽ ആ ബന്ധത്തിന് മാത്രമേ കൂടുതൽ ദൃഢത ഉണ്ടാവുകയുള്ളൂ എന്നും, പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ എങ്കിൽ മാത്രമേ ആ ബന്ധത്തിന് ദീർഘനാൾ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് അവർ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ സ്നേഹിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നത്. ഇതിന് മുൻ സമയങ്ങളിലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര പ്രാധാന്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്കോ പ്രവർത്തികൾക്കോ ഒന്നും ഒട്ടും തന്നെ വാല്യൂ തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താ വെച്ചാൽ അതെ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണം, റിലേറ്റീവ്സിൻ്റെ കൂടെ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടാവാം. എന്നാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്നിട്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനെക്കാട്ടിലും റിലേറ്റീവ്സിനെക്കാട്ടിലും എല്ലാം
പ്രാധാന്യം നിങ്ങൾക്കാണ് നൽകേണ്ടതെന്നും നിങ്ങളാണ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവുക എന്നും ഏത് സന്ദർഭങ്ങളിലും അവരുടെ ഉയർച്ചയ്ക്കും താഴ്ചയിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങളായിരിക്കും കൂടെ ഉള്ളതെന്നും ഇതുവരെയും നിങ്ങളാണ് കൂടെ ഉണ്ടായിട്ടുള്ളത് എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ അവർ ഈ രീതിയിൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. റെസനേറ്റ് ആയവർ